ഈ പ്രായത്തിലെ നല്ല വെയിറ്റ് ഒക്കെ എടുത്ത് ശീലിക്കണം, എങ്കിലേ നല്ല മസിലൊക്കെ കയറി വരുള്ളൂ കേട്ടാ. മാമ വെയിറ്റ് എടുത്തത് മുഴുവൻ എങ്ങനെയാന്ന് ആ മസിൽ കണ്ടാൽ അറിയാം. ഡേടേ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ബോഡി ഷേമിംഗ് ആണ്, അകത്തിടാണ്ട് വകുപ്പുണ്ട്. ആ ഇതിനിപ്പോഴൊരു കുഴപ്പമില്ലല്ലോ. അതേമ്മ, വെറുതെ ഒന്ന് തൂത്തുടച്ച് വെച്ചാ മതി, പോളിഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതെ തന്നെ. ഇതെന്താ ഈ പഴയ തൊട്ടിലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നേ? അഷിയുടെ കുഞ്ഞാ വരുമ്പോ അതിന് കിടക്കാനാ. ഈ പഴയ തൊട്ടിലോ? അല്ല, ഈ തൊട്ടിലിന് എന്താ കുഴപ്പം? ഇന്ന് ഇതുപോലെ ഒരു തൊട്ടിൽ നിനക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള പണിക്കുറ്റം തീർന്ന തടിയാ. ചിതലോ പ്രാണികളോ ഒന്നും അടുക്കില്ല, അത്രയ്ക്കും സ്ട്രോങ് ആ അതെ, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇന്ദ്രപ്രസ്ഥത്തിലെ അടുത്ത അവകാശിയായ പൃഥ്വിയുടെ കുഞ്ഞിന് നമ്മുടെ തറവാട്ടിൽ ഈ പഴയ തൊട്ടിൽ എന്തിനാണ്? അതിനവരൊരു സ്വർണ്ണ തൊട്ടിലൊക്കെ വാങ്ങിച്ചായിരിക്കും കിടത്തുക. അല്ല ഗിരിജ, നിനക്ക് ബോധമില്ലേ? കടിഞ്ഞൂൺ പ്രസവം പെൺകുട്ടിയുടെ വീട്ടിലല്ലേ? അപ്പൊ അഷിതയെ ഇവിടെ കൊണ്ടുവരട്ടെ. അപ്പൊ കുഞ്ഞ് ഈ തൊട്ടിൽ തന്നെയല്ലേ കിടക്കുക? അവരുടെ കല്യാണവും ബാക്കി കാര്യങ്ങളൊക്കെ നാട്ടു നടപ്പ് പോലെയാണോ നടത്തിയിട്ടുള്ളത്? ഓ, കല്യാണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം നടത്തി നമുക്ക് ഇടാനുള്ള ഡ്രസ്സ് അടക്കം വാങ്ങി തന്നത് അവരല്ലേ? അവരുടെ വീട്ടിൽ ഉണ്ടാകുന്ന കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? വേണമെങ്കിൽ നമ്മളൊക്കെ അവിടെ പോയി കാണേണ്ടി വരും. നാട്ടു നടപ്പും കീഴ്വഴക്കം ഒന്നും നോക്കാതെ ഇങ്ങോട്ട് വാങ്ങാനുള്ളതെല്ലാം കൈ നീട്ടി വാങ്ങിച്ചിട്ട് കുഞ്ഞിന്റെ കാര്യം വരുമ്പോ നാട്ടു നടപ്പ് ആചാരം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലേ അവര് നല്ല ആട്ടാട്ടി ഇറക്കി വിടും. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇതിന്റെ പേരിൽ ഇപ്പോഴേ തർക്കിക്കുന്നത് എന്തിനാ? അല്ല, അക്ഷിത ഗർഭിണിയാണെന്ന് അറിഞ്ഞതല്ലേ ഉള്ളൂ. ഇനി എന്തുമാത്രം സമയമുണ്ട് കുഞ്ഞു വരാൻ? ആദ്യം അത്രയൊക്കെ ഒന്ന് ആവട്ടെ. കുറ്റം പറഞ്ഞതാണ് ശരി, ആദ്യം കുഞ്ഞു വരട്ടെ. അതുവരെ നമ്മളൊന്നും പറയുന്നത് തന്നെ ശരിയല്ല. അല്ല, പിന്നെന്തിനാ ഇപ്പൊ ഈ തൊട്ടിലിപ്പോ വലിച്ചിറക്കിയത്? നിങ്ങളിത് എടുത്തെടുത്ത് തന്നെ കൊണ്ടു തിരിച്ചു വെച്ചേക്ക്. ഇനി ഇത് തിരിച്ചു കയറ്റി വെക്കാനോ? നിങ്ങൾക്കൊക്കെ പ്രാന്താണോ?